ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് പനീറാട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു 1 ലിറ്റർ പാൽ 2 കവർ പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. നന്നായിട്ട് തിളപ്പിച്ച് ഇളക്കി വെക്കണം കേട്ടോ. നല്ലോണം ഇളക്കി തിളപ്പിച്ച് വെക്കണേ. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറുനാരങ്ങേൻ്റെ നീര്, അതിൻ്റെ കുരുവൊക്കെ കളയുന്നുണ്ട്, അതും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ 2 സാധനം മാത്രമേ വേണ്ടൂ നമുക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പാല് നല്ലോണം നല്ലോണം പതക്കുമ്പോൾ നല്ലോണം ഇളക്കി തിളപ്പിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതില്ലേ, അത് അതിലേക്ക് ഒഴിക്കുവാന്നേ. നല്ലോണം പതച്ചതിന് ശേഷം നല്ലോണം ഒഴിച്ചിട്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കണം. ആ ചെറുനാരങ്ങേൻ്റെ ഇതെല്ലാവരും ഇങ്ങനെ ചെറുനാരങ്ങേൻ്റെ നീരെല്ലാവരും ആയിക്കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള പനീറായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, കട്ടിയായിട്ട് വരുന്നത് കണ്ടോ. വെള്ളമൊക്കെ ഇങ്ങനെ വേറെ തന്നെ കിട്ടും. ആ രീതിയിൽ വേണം കേട്ടോ. കുറച്ചുകൂടി ഞാൻ ഇളക്കി വെക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. ബാക്കി വെള്ളം വേർതിരിഞ്ഞ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇത് ഊറ്റിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് നല്ല നൈസായ കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചത്. അതിൽ നമ്മളിത് ഊറ്റിയെടുക്കുക. വെള്ളം ഊർന്ന് പോയിട്ട് നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചില്ല, അതുകൊണ്ട് കുറച്ച് പുളി ഉണ്ടാവും. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി അതിൽ തന്നെ. എന്നിട്ടിങ്ങനെ നല്ലോണം ഊറ്റിയെടുക്കണം. മാക്സിമം വെള്ളം കളയണം. എന്നിട്ട് ഇത് ഒരരിപ്പേൻ്റെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വെയിറ്റ് ഒന്നെങ്കിലും ഒന്നെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ബാക്കിയില്ലതും കൂടി ഊർന്ന് പോയിക്കോളും. ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. എന്നിട്ട് മാറ്റി വയ്ക്കാൻ മതി. എന്നിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതാ കറക്റ്റായിട്ടുള്ള പനീർ കിട്ടും കേട്ടോ. അല്ലെ ഇതിൻ്റെ പാത്രം വാങ്ങാൻ കിട്ടും. അതാണ് കറക്റ്റായിട്ട് സ്ക്വയർ രൂപത്തിലൊക്കെ ഇല്ലേ ഊർന്ന് വരുന്ന നല്ല ഇതായിട്ട് കിട്ടും. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് ഇത് അരിപ്പപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി ഇത് മുറിച്ചെടുക്കുവാന്ന് കേട്ടോ. നല്ല രീതിയിലാവും കേട്ടോ പനീർ. നല്ല ടേസ്റ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇതെല്ലാം മുറിച്ച് വെച്ചിട്ട് ഇതാ കണ്ട ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതിയേ. താങ്ക് യു.